എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ എപ്പോഴും ബ്രെഡ് വെച്ചിട്ട് ഒന്നെങ്കിൽ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ടോസ്റ്റ് ഒക്കെ അല്ലേ തയ്യാറാക്കി എടുക്കാറുള്ളത്. അപ്പം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഒപ്പം വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മീഡിയം സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ അരികിലുള്ള ബ്രൗൺ പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡും ഉപയോഗിക്കാം. മിൽക്ക് ബ്രെഡ് ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയൊരു മധുരം കൂടെ വരുമല്ലോ. അതുപോലെ തന്നെ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സാധാരണ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് എടുത്താൽ മതിയാവും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. അപ്പം ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പുണ്ട് അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയോ മല്ലിയിലയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കറിവേപ്പില എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് നാരങ്ങാ നീര്, അതായത് ഒരു ചെറുനാരങ്ങയുടെ ഒരു 4/1 ഭാഗമാണ് എടുക്കുന്നത്. പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതായത് ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇത്രയും മാത്രം ചേർത്തിട്ടുള്ള ഗരം മസാലയാണ്. പിന്നെ നമ്മുടെ ആ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തുക കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രെഡ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാവും. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ ഉരുകി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ആ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ ചെറുതായിട്ട് അടിക്കൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ പാത്രത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് സവാള ഒരുവിധം വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കി 3 പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1 മിനിറ്റൊക്കെ മതിയാവും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറന്നു പോയേക്കരുത്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഇതിലേക്ക് ചേരണം. അപ്പം ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതും കൂടെ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ ചെറിയ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കില്ല, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മസാലയൊക്കെ നല്ലപോലെ കോട്ടാവുന്നത് പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി സോഫ്റ്റ് അല്ലാത്ത ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ ഈ സമയത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാണാനൊരു ഭംഗി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ബ്രെഡെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടായിട്ടുമുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ആ ബ്രെഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാലയൊക്കെ ബ്രെഡിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ബ്രെഡ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ തൈരും സവോളയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു 1/4 മുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ആ ഒരു പുളി രസം കൂടെ വരുമ്പോഴത്തേക്കും ഇതിനൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതുപോലെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാലയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് സ്ലൈസസ് മിച്ചം വരും. അപ്പോൾ ആ മിച്ചം വരുന്നത് കൊണ്ട് ഉണ്ടാക്കിയാലും മതി, വെറുതെ കളയുകയും വേണ്ട. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. കമൻസ് ആയിട്ടോ മെയിൽസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്നോട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.